എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ താക്കോൽ വാക്യം എന്താണെന്ന് ശ്രവിക്കാം. മർക്കോസ് 10:45 മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശുവിൻ്റെ ദൗത്യവും അവൻ്റെ ശുശ്രൂഷയുടെ സ്വഭാവവും മനസ്സിലാക്കാൻ ഈ വാക്യം വളരെ പ്രധാനമാണ്. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ യഥാർത്ഥ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആദ്യ അധ്യായത്തിൽ ജെയിംസും യോഹന്നാനും യേശുവിൻ്റെ രാജ്യത്തിൽ ബഹുമാനത്തിൻ്റെ സ്ഥാനങ്ങൾ അഭ്യർത്ഥിച്ചു. ഇത് അധികാരത്തെയും പദവിയെയും കുറിച്ചുള്ള പൊതുവായ തെറ്റിദ്ധാരണയെ പ്രതിഫലിപ്പിക്കുന്നു. അധികാരത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും നിലവിലുള്ള മനോഭാവങ്ങളുമായി യേശു തൻ്റെ ദൗത്യത്തെ താരതമ്യം ചെയ്യുന്നു. അത് പലപ്പോഴും അധികാരത്തിനും ആധിപത്യത്തിനും ഊന്നൽ നൽകുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സേവനത്തിലൂടെയാണ് ഔന്നത്യം തേടുക. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായി തീരണം. അതിന് പരമോന്നത ഉദാഹരണം മനുഷ്യപുത്രൻ തന്നെയാണ്. അവൻ വന്നത് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ്. നാം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്ഭുതപൂർവമായ ജനനത്തിലൂടെ അവൻ ആഗതനായി. അവൻ്റെ ജീവിതത്തിലൂടെ അവൻ സേവനം ചെയ്തു. ഒരു പകരക്കാരനായി മരിച്ചതിലൂടെ തൻ്റെ ജീവനും അവൻ നൽകി. ഈ വാക്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ താക്കോൽ വാക്യമാണ്. ദൈവശാസ്ത്രം അതിൻ്റെ അതീവ സംക്ഷിപ്ത രൂപത്തിൽ അതിൽ വെളിപ്പെടുന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ജീവിതത്തിൻ്റെ തൂലികാ ചിത്രമാണിത്. തലക്കെട്ട മനുഷ്യപുത്രൻ യേശുവിൻ്റെ മനുഷ്യത്വത്തെയും ഭൂമിയിലെ അവൻ്റെ ദൗത്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യരാശിയെ തിരിച്ചറിയാനും സേവിക്കുവാനുമാണ് അവൻ വന്നത്. ബൈബിളിൽ പ്രകാരം മോചനദ്രവ്യം സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കാൻ നൽകുന്ന ഒന്നാണ്. ഇവിടെ അത് പാപത്തിൻ്റെ വിലയും ദൈവവും മനുഷ്യരും തമ്മിലുള്ള അനുരഞ്ജനത്തിനുള്ള വിലയെയും സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻപിൽ വച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ പിന്തുണയ്ക്കാനും ഉയർത്താനുമുള്ള വഴികൾ തേടിക്കൊണ്ട് സേവന മനോഭാവം ഉൾക്കൊള്ളാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അധികാരമോ അംഗീകാരമോ തേടുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ നേതൃത്വ മാതൃകയാക്കി ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ സേവിക്കാമെന്ന് നാം പരിഗണിക്കണം. യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ അറിയിക്കുന്നുവെന്നും തിരിച്ചറിയുക. അതിനുള്ള നന്ദിയോടെ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹവും ദാസത്വവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കും. സ്നേഹപിതാവേ, യേശുവിൻ്റെ ശുശ്രൂഷയുടെ സാരാംശം മനസ്സിലാക്കാനും വിനയം, സേവനം, ത്യാഗപൂർണമായ സ്നേഹം എന്നിവയുടെ ജീവിതശൈലി സ്വീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.